ര- രണ്ട് ഫാമിലീസ് കേട്ടോ, ഭയങ്കര ക്ലോസാ, നെയ്ബേഴ്സാണ്. ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഉണ്ടെങ്കിൽ, ബർത്ത്ഡേസ് ഒക്കെ ഉണ്ടെങ്കിൽ കേക്ക് ഒക്കെ കൊടുക്കും, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി അപ്പുറത്ത് കൊടുക്കും, അതുപോലെ തന്നെ അപ്പുറത്തേവരും തരും. അങ്ങനെ നല്ല സ്നേഹത്തോടെ കുറച്ച് നാളുകൾ ഇങ്ങനെ പോയി. അപ്പം എന്താന്ന് പറഞ്ഞാൽ ഒരാളുടെ വീട്ടിൽ ഒരു മുരിങ്ങയുടെ മരമുണ്ട്. ആ മരം അയാളുടെ വീട്ടിലുണ്ടെന്നേ ഉള്ളൂ, ചില്ലകൾ മുഴുവൻ അപ്പുറത്തെ വീട്ടിലേക്കാണ്. അപ്പോൾ ഡെയിലി ഇതിൻ്റെ ഇലകളെല്ലാം വീണ് ഇപ്പുറത്തെ വീട്ടിലെ ആളുടെ വൈഫാണ് അത് മുഴുവൻ തൂത്തുവാരുന്നത്. കുറേ ആയി കഴിയുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ആരോഗ്യം പോയി. അപ്പം ഈ സ്ത്രീ ഡെയിലി ഡെയിലി ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി, ഒന്ന് പോയി പറ അപ്പുറത്ത് ഇവരുടെ അടുത്ത് മുറിക്കാൻ പറ, എനിക്കിത് പറ്റണില്ല, പറ്റണില്ല, രാവിലെയും വൈകുന്നേരം ഒക്കെ അടിക്കണ്ടേ. അപ്പം അങ്ങനെ പറഞ്ഞു. ഇയാൾ ഒരു ദിവസം സഹി കെട്ട്, എല്ലാവരുടെയും മൂഡ് എല്ലാ ദിവസവും ശരിയല്ലല്ലോ. അപ്പം ഇത് 2-3 പ്രാവശ്യമൊക്കെ സറ്റ്ലി അപ്പുറത്ത് പറഞ്ഞു, പക്ഷെ അയാൾ ഒന്നും ചെയ്തില്ല. എന്താ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ അയാളും അത് കാഷ്വലി എടുത്തേ. അപ്പൊ ഒരു ദിവസം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഭാര്യ നന്നായിട്ട് ഈ ഹസ്ബൻഡിനെ കിടന്ന് ചീത്ത വിളിച്ചു, നിങ്ങളുടെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഇയാൾ നേരെ അപ്പുറത്ത് പോയി പറഞ്ഞു, ഞാൻ തൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു ഇതിന്റെ ബ്രാഞ്ചസ് കട്ട് ചെയ്യാൻ, ഇവിടെ വലിയ ബുദ്ധിമുട്ടാവുന്നു എന്ന് പറഞ്ഞു. ആ ടോണിലെ ആ നെയ്ബറിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തിനാ താൻ കിടന്ന് വെള്ളം വെക്കുന്നേ, ഇത് കണ്ടില്ലേ മുഴുവൻ പൂത്ത് നിൽക്കുകയല്ലേ, എനിക്കിപ്പോൾ കട്ട് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അപ്പം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമായി. അപ്പം എന്ത് ചെയ്തു, ഈ കംപ്ലൈൻറ്റ് ചെയ്ത ആള് ഒരാളെ വിളിച്ചു വരുത്തി അതിൻ്റെ കുറേ ബ്രാഞ്ചസും കട്ട് ചെയ്തു, മറ്റേ ആളുടെ അടുത്ത് ചോദിക്കാണ്ട്. അയാൾക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് മുഴുവൻ പൂക്കളായിട്ട് നിൽക്കുക, ഈ മുരിങ്ങയ്ക്ക ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്തെ ആൾക്കും കൊടുക്കുന്നതാ. അപ്പം ഈ ബാക്കിയുള്ളതിൽ മുരിങ്ങയ്ക്ക ഉണ്ടായപ്പം ഈ നെയ്ബർ മുരിങ്ങ മരം ഉള്ള വീട്ടിലെ ആൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ബാക്കി എല്ലാവർക്കും കൊണ്ട് കൊടുത്തു, ഇയാളുടെ ഫാമിലിക്ക് മാത്രം, ഇയാളുടെ വീട്ടിൽ മാത്രം കൊടുത്തില്ല, ദേഷ്യം കാരണം. ഒരു ദിവസം ഇതുപോലെ ഈ കംപ്ലൈന്റ് ചെയ്ത് വെട്ടിച്ച ആളുടെ വീട്ടിൽ ഈ പേപ്പർ വേസ്റ്റും അങ്ങനത്തെ വേസ്റ്റ് എല്ലാം കൂടെ കത്തിക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും വീട്ടിന്റെ കോർണറിന്റെ അവിടെയാണ്. അപ്പം ഒരു ദിവസം ഇതുപോലെ ആസ് യൂഷ്വൽ കത്തിച്ചപ്പോഴത്തേക്കിനും അപ്പുറത്തെ വീട്ടുകാർ വന്ന് ബഹളം ഉണ്ടാക്കി, ഈ പുക മുഴുവൻ ഞങ്ങളുടെ വീട്ടിലേക്കാണ് വരുന്നത്, ഇവിടെ കത്തിക്കാൻ പറ്റില്ല പറഞ്ഞു. എന്നിട്ട് ഇവർ കുറേ വെള്ളം കോരി അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു. ഇതുണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ ഓരോ പ്രോബ്ലം ആഫ്റ്റർ പ്രോബ്ലം വന്ന് ഈ നെയ്ബേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയില്ല, ചിരിക്കില്ല, ഒന്നും ഒരു സഹകരണവും ഇല്ല. അപ്പൊ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഉണ്ടായ കുറച്ച് ഇഷ്യൂസ് അതീന്ന് ദേഷ്യമായി, അതീന്ന് വലിയൊരു ഇമോഷനായി. ആ ഇമോഷനാണ് ഹേറ്റ്രെഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ്, കാണാൻ പോലും ഇഷ്ടമില്ല, അങ്ങനത്തെ ഒരു സാഹചര്യമായി. ഇതിപ്പം സത്യമാണ്, ഇങ്ങനെ ആവാം. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പതുക്കെ ദേഷ്യത്തിലേക്ക് വന്നൊരു വലിയ വെറുപ്പ്. ഇതേ വെറുപ്പ് ഫീലിംഗ് ചിലപ്പോൾ നമുക്ക് തോന്നുകട ഒരു പരിചയമില്ലാത്ത ആളായിരിക്കും. നമ്മൾ അവിടെ ഇവിടെയും കേട്ട ന്യൂസ് ആയിരിക്കും. അതായത് ഇപ്പൊ റീസെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് വെറുപ്പ് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ പ്രായമുള്ള രണ്ടാൾക്കാർ ഒരു അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്ടിൽ ഒരു ഗ്യാങ് റോബേഴ്സ് വരാം. അവര് വന്നു, അവർക്ക് വേണ്ട മുഴുവൻ എടുത്തു, ഒരു കുഴപ്പമില്ല. പക്ഷെ പോണ വഴിക്ക് ഇവരെ വെട്ടി കൊന്നിട്ടിട്ട് പോവുക. എന്നിട്ട് പിറ്റേ ദിവസമാണ് അറിയണത് തന്നെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന്. കുഞ്ഞു കുട്ടികള്, അതായത് ബുദ്ധി പോലും വെക്കാത്ത കുട്ടികളെ ആൾക്കാർ മൊളസ്റ്റ് ചെയ്ത് ഉപദ്രവിച്ച് വെക്കുന്ന ന്യൂസ് കേൾക്കുമ്പോൾ. മൂന്നാമത്തെ, ഈ മാരേജിൽ ഉണ്ടാവുന്ന വയലൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണലിയും ഫിസിക്കലിയും ഒക്കെ ടോർച്ചർ ചെയ്തിട്ട് ഒരാള് സൂയിസൈഡ് ചെയ്യേണ്ട അവസ്ഥ വരിക. പിന്നെ ഈ ആസിഡ് അറ്റാക്ക് ഒക്കെ ഇല്ലേ, ഇഷ്ടപ്പെട്ടു നോ പറഞ്ഞപ്പം എറിയ. അപ്പൊ ഇങ്ങനത്തെ സമയത്ത് ക്രൈം ചെയ്യുന്ന ആൾക്കാരും ചിലവരോട് ഭയങ്കര ഇൻജസ്റ്റിസ് ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് അവരെ കാണുമ്പോൾ സ്ട്രേഞ്ചേഴ്സ് ആണ് നമുക്ക് അവര്, പക്ഷെ അവരോടും നമുക്ക് വരുന്ന ഇമോഷൻ വെറുപ്പാണ്. ഹേറ്റ്രഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഹേറ്റ്രഡ്. ശരിക്കും ഈ അറിയുന്ന ആൾക്കാർ, ബി ഇറ്റ് നെയ്ബേഴ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, എന്തോ ആണെങ്കിലും ഈ ഹേറ്റഡ് അറിയുന്ന ആൾക്കാരുടെ അടുത്ത് വരുന്ന കുറേ ഇതുപോലെ നെഗറ്റീവ് ഫീലിങ്സ് വരുമ്പോഴാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സീക്രട്ട് പറഞ്ഞാൽ അത് ദേഷ്യം വരുമ്പോൾ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ വിളിച്ചു പറയുക, അത് ശരിക്കും വലിയൊരു പ്രശ്നമാണ്. അപ്പം ഇത് ശരിക്കും ഒരു കുറേ നാളുകളുടെ എക്സ്പീരിയൻസ് ആണ് ദേഷ്യം വന്ന് അതിനെ പിന്നെ വെറുപ്പായിട്ട് മാറുന്നത്. ഇത് ആക്ച്വലി മെന്റലി ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ആക്കും. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് അറിയുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ അതിനെ നമ്മളുടെ തലയിലിട്ട് കുറേ പ്രാവശ്യം റീപ്ലേ ചെയ്യും. അയ്യോ അത് അങ്ങനെ സംഭവിച്ചു, അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ. അപ്പം എന്തെന്ന് പറഞ്ഞാൽ നമ്മളെ അത് മെന്റലി ഭയങ്കര ഡ്രെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇമോഷണലി നമുക്കിതൊരു നല്ല ഫീലിംഗ് അല്ലല്ലോ.
പ്രത്യേകിച്ച് അറിയുന്നവരാകുമ്പം അത് നമ്മളുടെ സിസ്റ്റത്തിൽ നിന്ന് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാ. അപ്പം നമുക്ക് എന്താന്ന് പറഞ്ഞാൽ ഇമോഷണലി നമ്മൾ ഡ്രെയിൻ. അയ്യോ, ഞാൻ അങ്ങനെ അന്ന് പറഞ്ഞില്ല, പറയേണ്ടിയിരുന്നില്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ പറയാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ അങ്ങനെ കുറേ ചിന്തകളാണ് ഈ അറിയുന്നവരിൽ നമുക്ക് ഹേറ്റ്രഡ് ഉണ്ടാക്കുന്ന കുറേ ഇമ്പാക്റ്റ്. അറിയാത്തവരിലാണെങ്കിലും എടാ ഒരു ക്രൈം നടന്നു പറഞ്ഞാൽ ഒരിക്കലും ആ ക്രിമിനലിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ തോന്നില്ല. അതേപോലെ ഒരാളോട് ഒരു ഇൻജസ്റ്റിസ് നടന്നു. ഇപ്പൊ എന്തെങ്കിലും ഒരു ലീഗൽ ഇഷ്യൂ ആവട്ടെ ആവുമ്പോഴും ഒരു ഇൻജസ്റ്റിസ് അവിടെ നടന്നു തോന്നുന്നു. അപ്പം നമ്മുടെ ആ ഉള്ള മോറൽ അങ്ങോട്ടേക്ക് വാല്യൂസിന് അഗെയിൻസ്റ്റ് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് വെറുപ്പാ വരുന്നത്. കൂടാതെ ചിലപ്പോൾ ആ വിക്ടിമിനോട് നമുക്ക് ഭയങ്കര സിമ്പത്തിയും എമ്പത്തിയും വരുമ്പോഴും ആ ക്രൈം ചെയ്ത ആളോട് നമുക്ക് ഇതേ വെറുപ്പ് വരും. മൂന്നാമത്തെ നീ പറഞ്ഞ ഇമോഷണൽ അറ്റാക്ക് എവിടെ വരുന്നതെന്ന് വെച്ചാല് പിന്നെ അങ്ങോട്ട് നമ്മൾ ഇമാജിൻ ചെയ്യാൻ തുടങ്ങും ഈ സിറ്റുവേഷനിൽ കൂടി നമ്മളോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ആണോ പോയത്. നിനക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, കുറച്ചു മുമ്പ് ഉണ്ടായിരുന്ന ന്യൂസ്, ഒരു ഡോക്ടർ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആരാന്നറിയാതെ കൊന്നിരിക്കുകയാണ്. അമ്മേനോട് രാത്രി വരെ സംസാരിച്ചിരുന്നു. എന്തിനാ കുട്ടീനോട് അങ്ങനെ ചെയ്തു എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ആര് ചെയ്തു ഒന്നിനൊരു ഫൈനൽ ക്ലാരിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ആ ന്യൂസ് വന്ന സമയത്ത് ആദ്യം തോന്നുന്ന വെറുപ്പിനൊപ്പം ഈ പറഞ്ഞ പോലെ ഒരു പേടിയും. ദൈവമേ, നാളെ ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് അറിയുന്നവർക്കും ആയിക്കൂടേന്ന്. ആക്ച്വലി നീ ഇപ്പൊ പറയുന്നത് കേട്ടിട്ട് നമ്മൾ രണ്ടുപേരും പറയുന്ന അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഈ ഹേറ്റ്രഡ് നമ്മളുടെ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു പെയിൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഫീലിംഗ്. അപ്പോൾ ഒരു പെയിൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടും അറിയത്തില്ലാത്ത സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് നമ്മൾ ആ വിക്ടിമിന്റെ പെയിൻ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും കൊണ്ടുമാണ് ഈ ഹേറ്റ്രഡ് നമുക്ക് വല്ലാതെ കൂടുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഹേറ്റഡ് ഇപ്പോൾ നല്ല ഇമോഷൻ അല്ല എന്ന് പറഞ്ഞാലും എടാ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും വൈ ഡു വി ഹേറ്റ് സംവൺ എന്ന്. ഇപ്പം നീ പറഞ്ഞ പോലെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ ചീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല, വെറുത്തു പോവും. അതേപോലെ ഒരു തെറ്റും ചെയ്യാതെയോ അല്ലെങ്കിൽ അത്രത്തോളം ഡിസേർവ് ചെയ്യാത്തൊരു പനിഷ്മെന്റ്, ഒരു ക്രൈം നമ്മളെ മേലെ അല്ലെങ്കിൽ ആരുടെങ്കിലും മേലെ ഹാപ്പൻ ചെയ്യുമ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിലും തോന്നുന്ന ഫീലിംഗ് വെറുപ്പ് തന്നെയാണ്. വെറുപ്പിലും കുറഞ്ഞൊരു ഫീലിംഗ് അവിടെ വരില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ വെറുപ്പ് തോന്നിയാൽ എനിക്ക് തോന്നുന്നു അതിനെ ജസ്റ്റിഫൈ ചെയ്യാം. ഇറ്റ് ഇസ് എൻ ഇമോഷൻ വിച്ച് വിൽ കം സർട്ടൻ സിറ്റുവേഷനിൽ. അത് ശരിക്കും ഈ ഇതിലൊരു വലിയ ഇമ്പാക്റ്റ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇമോഷണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരിക്കും ഡ്രെയിൻ ചെയ്യും. ബിക്കോസ് നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാ ഫ്രീ ടൈമും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ബാക്ക് ഓഫ് ദ മൈൻഡ് മുഴുവൻ നമ്മൾ ഇതിനെ ഇങ്ങനെ ഇട്ട് റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ദിസ് തിങ് ഹാപ്പൻഡ് വിത്ത് മീ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് തന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കിനും നമുക്ക് ശരിക്കും നമ്മുടെ ആ എനർജി ലെവൽ മുഴുവൻ പോയി നമുക്ക് ദേഷ്യവും വെറുപ്പും അങ്ങനത്തെ കുറേ തോട്ട്സ് ആണ് വരിക. നമുക്കൊരിക്കലും വേറൊരു നെയ്ബറിനെ കാണുമ്പോൾ നമുക്ക് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് പിന്നെ ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഈ പറയുന്ന സ്റ്റോറി പോലെയാണെങ്കിൽ ബിക്കോസ് എപ്പോഴും ഒരു ഫിയർ ഉണ്ടാവും ദാറ്റ് ആ ഒരു ഫ്രണ്ടിൻ്റെ നിന്നും ചിലപ്പം എനിക്ക് അങ്ങനത്തെ, അല്ലെങ്കിൽ ആ ഒരു നെയ്ബറിൻ്റെ നിന്നും എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വരാം. അപ്പം എന്താന്ന് പറഞ്ഞാൽ ആ ഒരു ഫിയറിലാണ് നമ്മൾ പിന്നെ ജീവിക്കുന്നത് മുഴുവൻ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മൾ റീപ്ലേ ചെയ്യുന്നതോറും നമ്മളുടെ മെൻ്റലി നമ്മൾ ഭയങ്കര ഡൗൺ ആവുകയാണ്. ഒരു ഫീൽ ഗുഡും അങ്ങനെ ഒന്നും തോന്നത്തില്ല. നമ്മളെ പറ്റിച്ചു, നമ്മളുടെ ട്രസ്റ്റിനെ അവര് യൂട്ടിലൈസ് ചെയ്തു, അങ്ങനത്തെ ഒക്കെ ഒരു തോന്നലാണ് നമുക്ക് കൂടുതലും വരുന്നത്. വെറുപ്പ് കുറയ്ക്കാണ്ടല്ലോ, തമാശയല്ല പക്ഷെ സീരിയസ് ആയിട്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ക്രൈം നടന്നിട്ട് ജുഡീഷ്യലി ജസ്റ്റിസ് അവർക്ക് ആ ക്രൈം ചെയ്ത ആൾക്ക് പണിഷ്മെന്റ് കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ആ വെറുപ്പൊന്ന് കുറയും കേട്ടോ. ഓഫ്, നന്നായി അയാൾക്ക് പണിഷ്മെന്റ് കിട്ടി, അല്ലെങ്കിൽ അയാൾ ജയിലിലായാലേ അങ്ങനെ. രണ്ടാമത്തെ ഇപ്പൊ ഒരു നെയ്ബർഹുഡ് നമ്മൾ അറിയുന്ന ആളുകളാണെന്ന് വെച്ചോളൂ, അതിപ്പോ ഭയങ്കര വലിയ ക്രൈമൊന്നും ആയിരിക്കില്ല, പക്ഷെ ഒരു ബിട്രയലോ അല്ലെങ്കിൽ ഫെയർ അല്ലാത്ത ഒരു അൺഫെയർ ആക്ട് ആച്ചോ. ഇപ്പൊ ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയാന്ന് വെച്ചപ്പോ നീ പറഞ്ഞു ഒരു നെയ്ബറും രണ്ട് നെയ്ബേഴ്സ് തമ്മിൽ ഒരു തർക്കം ഉണ്ടായി. അതിൽ ഒരാൾ ഇത്തിരി സുപ്രീമസി ഒക്കെ കാണിച്ച് മറ്റേ ആളെ കുറച്ച് ഡീഫെയിം ഒക്കെ ചെയ്ത് വിട്ടു. ഇവർക്ക് വിഷമവും ദേഷ്യമൊക്കെ ഉണ്ടാവുകയെ. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവിടെ പുതിയൊരു നെയ്ബർ വന്നത്. അവരുമായിട്ട് ഇവർ ഭയങ്കര കൂട്ടാമെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴും നമുക്ക് തന്നെ വെറുപ്പ് വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ മറ്റേ ആൾക്കാർ ഇവർക്ക് ഇട്ടിട്ട് നല്ല പണി കൊടുക്കും. അപ്പൊ നമുക്ക് എന്ത് തോന്നും? അതോടെ നമ്മളെ ഹേറ്ററോടെ തീരും അല്ലേ? ഇതില് വേറൊരു രസമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പത്തെ കുട്ടികൾ ഈ തേച്ചിട്ട് പോവാന്ന് പറയില്ലേ, അവിടെയും അവരെ മനസ്സിൽ ആദ്യം എഫെയർ ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല സ്നേഹമാണ്. പിന്നെ ഒരാളെ ഡിച്ച് ചെയ്യുമ്പോൾ ചീറ്റ് ചെയ്യപ്പെട്ട ആൾക്ക് തോന്നും ഇറ്റ് വാസ് നോട്ട് ഫെയർ, എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യവും വെറുപ്പൊക്കെ ഇരിക്കും. പെട്ടെന്നാണ് മറ്റേ ആൾക്ക് പുതിയൊരു ലൈൻ ഉണ്ടാവും, അവരവിടെ സന്തോഷമായി ജീവിക്കുന്നു കാണുമ്പോൾ വെറുപ്പ് ഇങ്ങനെ കൂടി വരും. പെട്ടെന്ന് ആള് വിടണം.
അപ്പൊ എന്ത് പറ്റും? അതോടുകൂടി നമുക്ക് ന്യായമായ ജസ്റ്റിസ് കിട്ടീന്ന് കണ്ട അപ്പം ഹേറ്റ്രഡ് പോവും. കിട്ടിയില്ലെങ്കിലാണ് ആ ഹേറ്റ്രഡ് ഉള്ളിൽ കിടന്ന് കുറേ കാലത്തേക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കുക. അതെ. എനിക്ക് തോന്നുന്നു ഈ ഹേറ്റ്രഡിനെ നമ്മൾ ആ ഫീലിങ്ങിനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ആൾക്കാരാകുമ്പോഴത്തേക്കിനും നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പൊ ഈ നെയ്ബേഴ്സ് തമ്മിലുള്ള ഒരു ഇഷ്യൂല് വേറൊരു നെയ്ബർ വരുമ്പം അയാളുടെ അടുത്ത് മിണ്ടാതെ അവരുടെ അടുത്ത് ഒരു ഇന്ററാക്റ്റും ചെയ്യാണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ നടത്തിയ ദേ ആർ എ ഗുഡ് നെയ്ബർ ഫോർ അസ്. പ്ലസ് ഈ ഇത്രമാത്രം ഹേറ്റ്രഡിലോട്ടൊന്നും പോകേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. ഈവൻ റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും കുറേ കാര്യങ്ങളെ വിട്ട് കളയുന്നതാണ് നല്ലത്. വലിയ 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 പ്രോബ്ലംസ് ആഫ്റ്റർ പ്രോബ്ലംസ് വരുന്നതിനെക്കാട്ടും നല്ലത് അല്ലേ? അതുപോലെ നീ പറയുന്ന പോലെ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തുള്ള ഹേറ്റ്രഡ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം നമുക്കത് അറിഞ്ഞിരിക്കാനും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നല്ലതാണ്. പക്ഷെ അതിനെയും ഈ കുറേ വായിച്ച് 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 പിറ്റേ ദിവസം അയ്യോ ആ കേസ് എന്തായി അതിൻ്റെ അടുത്ത ദിവസവും അങ്ങനെ അങ്ങനെ വരുമ്പോഴത്തേക്കിനുമാണ് അത് നമ്മളെ കുറേ ഇമ്പാക്റ്റ് ആവുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഇങ്ങനത്തെ ഒരു സീൻസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ നടക്കാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് കൂടുതൽ ഹേറ്റ്രഡിലേക്ക് പോയി നമ്മളെ അത് കുറെ തിന്നത്തില്ല. അതെ, ആ ഒരു അവയർനെസ് വളരെ നല്ലതാണ്. പിന്നെ അത് എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം, എത്രത്തോളം നമ്മൾ ആ സിറ്റുവേഷനിലേക്ക് നമ്മളെ വിടണം എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഹേറ്റ്രഡ് സെക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷൻ അല്ല. വരാണ്ട് നോക്കാം. ഇപ്പൊ രഞ്ജു പറഞ്ഞ പോലെ കുറച്ചൊരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് കുറച്ച് കെയർഫുൾ ആയി ഇരുന്നാലൊക്കെ നമുക്ക് ഒന്ന് അവോയ്ഡ് ചെയ്യാം. പക്ഷെ ചിലപ്പോൾ മനുഷ്യരല്ലേ, തോന്നും. ചിലപ്പോൾ ഓരോ ന്യൂസ് വായിക്കുമ്പോൾ ഒക്കെ നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടേക്ക് വെറുപ്പ് വരും. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ബ്ലെസ്സിങ് കൗണ്ട് ചെയ്ത് വരുമ്പം ഇങ്ങനത്തെ വല്ല ഹേറ്റഡ് പോലത്തെ ഇമോഷൻസ് വന്നാലും അതിനെ ക്വിക്ക്ലി ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റിയാൽ അതായിരിക്കും ഇവിടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. നമ്മുടെ എൻവയൺമെന്റ് നമുക്ക് ഫുള്ളി ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. സൊസൈറ്റി ഇങ്ങനെ തന്നെയാണ്. നമ്മൾ മനുഷ്യരും ഇങ്ങനെ തന്നെയാണ്. ഓരോ പ്രാവശ്യം ഓരോ ഇമോഷൻ വരും. ചിലത് ഭയങ്കര ഈ മൂഡ് മാറുന്നതിനനുസരിച്ചിട്ട് ഭയങ്കര ഇന്റൻസിറ്റിയും കൂടി കൂടി വരും. അപ്പൊ ആ ഹേറ്റഡ് എന്ന് പറഞ്ഞ ഇമോഷൻ തോന്നിയാൽ എത്രയും പെട്ടെന്ന് കൺട്രോൾ ചെയ്താൽ that would be the biggest blessing. So don't forget to count your blessing and keep watching Echoes of Love with Ren and Go.